നമുക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ശ്രീ സുരേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആദ്യ മണിക്കൂറിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറഞ്ഞതുപോലെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി. അതിന് പിന്നാലെ തന്നെ എല്ലായിടത്തും സജ്ജരായ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയുമായി അണിനിരക്കുന്നതും കണ്ടു. അത്രമാത്രം പ്ലാൻഡ് ആയിരുന്നു കാര്യങ്ങൾ എന്ന് മനസ്സിലാകുന്നു. അതൊരു അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തരും എന്നതാണോ പ്രതീക്ഷ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാഷ് ഇന്ന് വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ കൃത്യതയോടുകൂടി സംഘടനാ ഘടകങ്ങൾ കൂടി ആ മണ്ഡലങ്ങളിൽ ആരാണ് മത്സരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു വിവരശേഖരണം പാർട്ടി സഖാക്കളിൽ നിന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരിൽ നിന്ന് നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ CPM-ന്റെ ഓരോ ജില്ലാ ഘടകങ്ങളും സെക്രട്ടേറിയറ്റ്, അതിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ചേർന്ന് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം, CPM സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുകയും ആ നിർദ്ദേശം ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയും അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിക്കും അതിന്റെ മുകളിൽ കേന്ദ്ര കമ്മിറ്റിക്കും ഒക്കെ അനുവദിക്കായി വിടുകയും ചെയ്തു. ഇപ്പോ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കൃത്യമായി പാലിക്കപ്പെടണം എന്നതുപോലെ വളരെ കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു മണിക്കൂർ തികഞ്ഞില്ല. അതിനു മുൻപ് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ഇവിടെ ഏകദേശം 81 സ്ഥാനാർത്ഥികളെ CPM ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPI-യും ആദ്യം തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇത് തെരഞ്ഞെടുപ്പിലേക്ക് വളരെ പരിമിതമായ ദിവസം, പ്രതികൂല കാലാവസ്ഥ, ഒട്ടേറെ ഘടകങ്ങളുണ്ട്. എങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, തെക്കൻ ജില്ലകളിൽ സ്ഥാനാർത്ഥികളായി തീരുമാനിക്കപ്പെട്ടവരുടെ മുഴുവൻ പേരുടെയും ചുവരെഴുത്ത് ഏകദേശം 60-70% പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ റോഡ് ഷോ ഇന്ന് വളരെ മനോഹരമായി, ഞാൻ ഇപ്പോൾ തന്നെ റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് നേരത്തെ വാക്ക് നൽകിയത് കൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് CPM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ ആവേശമാണ് ഇക്കാര്യത്തിലുള്ളത്. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ചെയ്തത് അവർക്ക് ലഭ്യമായ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാളയത്തിലേക്ക് കടന്നു കയറി ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തരെ കണ്ടെത്തി അവരെ മാളത്തിന് പുറത്ത് ചാടിക്കുന്നതിനുള്ള വ്യഗ്രതയായിരുന്നു. അതിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇട്ട പേരെന്ന് പറയുന്നത് വിസ്മയം എന്നാണ്. ഇപ്പൊ എന്താണ് വിസ്മയം? നിങ്ങൾക്കറിയാവോ? ഇപ്പൊ തെക്കൻ ജില്ലയിലെ കാര്യം ഞാനൊന്ന് പറയാം. ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ബഹുമാനായ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. തെക്കൻ ജില്ലകളിൽ പല മണ്ഡലങ്ങളിൽ, ഞാൻ മണ്ഡലങ്ങളുടെ പേര് പറയുന്നില്ല, പല മണ്ഡലങ്ങളിലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആ ജനങ്ങളെ വിളിച്ച്, പൗരപ്രമുഖരെ വിളിച്ച് ആശീർവാദം തേടുകയാണ്, അനുഗ്രഹം ആരായുകയാണ്. എന്ത് വിരോധാഭാസമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്? മറ്റു പാർട്ടികൾക്കുള്ളിൽ വിസ്മയം തീർക്കാൻ നടന്നവർ ഇന്നിപ്പോൾ സ്വന്തം പാർട്ടിക്കകത്തെ വിസ്മയം കണ്ട് അമ്പരന്ന് അന്താളിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസ് ഈ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രമാത്രം ഒരു ദുരന്തപരമായിട്ടുള്ള രീതിയിൽ എത്തപ്പെട്ടത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അത്രമാത്രം ചീഞ്ഞളിഞ്ഞ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽപ്പെട്ട്, വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയത്തിൽപ്പെട്ട് ഉയർന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിനെ കുറച്ചുകൂടെ മനോഹരമായ വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ബഹുമാന്യനായ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. എങ്കിൽ വസ്തുത അതല്ല, അതിനേക്കാൾ മോശപ്പെട്ട സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് അതെന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, കാത്തിരുന്ന് കാണാമെന്നതാണ് CPM പ്രതിനിധി പറയുന്നത്. ശ്രീ റിജിൽ മാക്കുറ്റി, 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികൾ എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ചിലപ്പോൾ യാത്രക്കിടയിൽ 50 സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും നടന്നില്ല. 24 മണിക്കൂർ എന്ന വാക്ക് പാലിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിലുണ്ടോ? ശ്രീമതി, പറഞ്ഞോളൂ. ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ, രേണുക, ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഒരു അർത്ഥശങ്കക്കും ഞങ്ങൾക്കിടയില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥി 24 മണിക്കൂറിനകം ഇവിടെ വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ ശക്തമായ രൂപത്തിലുള്ള ജനവികാരം അവർക്കെതിരായിട്ട് ഉണ്ട് എന്നതിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് കാണാൻ പോവുകയാണ്. അകത്താണ് അനൈക്യം എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇവരുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ G. സുധാകരൻ
ആരുടെ കൂടെയാണ് ഇപ്പോൾ, എന്താണ് അദ്ദേഹം രാഷ്ട്രീയ നിലപാടെടുത്തത്? ഐഷ പോറ്റിയെ പോലെ, ജി സുധാകരനെ പോലെ, അതോടൊപ്പം തന്നെ പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിട്ടുള്ള പിന്നെ PV അൻവർ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ പാലക്കാട്ടെ ശശി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ പാർട്ടിക്കകത്ത് കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. കണ്ണൂർ ജില്ലയിലെ പിണറായി വിജയന്റെ തട്ടകം ഉൾപ്പെടെയുള്ള തട്ടകത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് മാത്രമല്ല, CPIMന്റെ ഏരിയ സെക്രട്ടറി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് മുക്കി എന്നതിൻ്റെ ആരോപണത്തിന്റെ ഭാഗമായി അവിടുത്തെ MLAക്കെതിരായി വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രൂപത്തിലേക്ക് ആ പാർട്ടി എത്തി നിൽക്കുന്നു എന്നുള്ള വസ്തുതയ്ക്ക് മുമ്പിലാണ് അവർ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത്. നിങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുമ്പോഴും യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു നിങ്ങളൊക്കെ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ റോഡിൽ ഇറങ്ങിയാൽ മതി, പക്ഷേ നിയമസഭയിൽ ഞങ്ങൾ കയറും, UDF തെരഞ്ഞെടുപ്പിനകത്ത് വിജയിക്കും, 100-ലധികം സീറ്റുമായി ഈ തെരഞ്ഞെടുപ്പ് വലിയ ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിന്റെ വാക്കിലും ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് എന്താണ് ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ വിജയം എന്നത് അദ്ദേഹം അരക്കിട്ടുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം എന്ന് പറയുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നു. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ അഡ്വാൻറ്റേജ് ദാ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ പോലെ ഒരു വിശാല ജനാധിപത്യമുള്ള പാർട്ടിക്കകത്ത് പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും ദീർഘമായ സമയങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടി 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥികൾ കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുകയും ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥികളാണ് സംബന്ധിച്ച് തർക്കം നിങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ടാണ് ആത്മവിശ്വാസം? ഞങ്ങൾ ജയിച്ചത് ഈ രണ്ടാം ഘട്ട LDF ഭരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബഹുമാന പ്രതിപക്ഷ നേതാവ് അതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജയിച്ചത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയും പാലക്കാടും നിലമ്പൂരും. ഞങ്ങൾ നേടിയ വിജയം എന്താണ്? ജനങ്ങൾ തന്ന വിജയമാണ്. ചേലക്കരയിൽ 40,000-ൽ പരം വോട്ട് ജയിച്ച സ്ഥലത്ത് നിന്ന് ഞങ്ങളത് അവരുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം നടന്ന നമുക്കറിയാൻ സാധിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷമാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വടക്കേ മലബാർ ഉൾപ്പെടെ CPM കോട്ടകളിൽ ഓരോ സ്ഥലത്തും വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിയത്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ആ കേരളത്തിലെ സമീപകാല ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രൂപത്തിൽ പഞ്ചായത്തുകൾ ഞങ്ങൾ ജയിച്ചു, മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ജയിച്ചു, കോർപ്പറേഷൻ ഞങ്ങൾ ജയിച്ചു, ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് ജയിച്ചു. വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പല കോട്ടകളും കണ്ണൂർ ഉൾപ്പെടെയുള്ള പല കോട്ടകളും CPM-ന് തകർന്ന രൂപത്തിലേക്കുള്ള വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾക്ക് എതിരായി ഇവർ പ്രവർത്തിക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തത്. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ PR വർക്കിലൂടെ അതോടെ മോഹൻലാലിനെ ഉപയോഗിച്ച് ഇന്റർവ്യൂ നടത്തി, സർക്കാരിന്റെ പണം ഉപയോഗിച്ച് ഇന്റർവ്യൂ നടത്തിയും വലിയ രൂപത്തിലുള്ള ഒരു പരസ്യങ്ങൾ നൽകിയും PRDയെ LDF UDF പ്രചരണായുധമാക്കി ഉപയോഗിച്ചും കോടാനുകോടി രൂപയുടെ PR വർക്കിന്റെ ഭാഗമായി നിങ്ങൾ നഷ്ടപ്പെട്ട മുഖം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ മുഖം നഷ്ടപ്പെട്ടു തന്നെ ഇരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.